നമ്മൾ ഈ റിലേ കളിക്കുമ്പോൾ ഒരു പരിപാടിയുണ്ട്. റിലേയിൽ ആദ്യത്തെ 4 പേരൊക്കെ കാണും ബാറ്റ് കൈമാറാൻ. ആദ്യത്തെ ആൾ കൈമാറുന്ന ബാറ്റ് ബാറ്റൺ താഴെ ഒന്ന് പോയാലും അടുത്ത ആൾ എടുത്ത് കൊടുത്തു അവസാന ലാപ്പിൽ കയറുന്നത് ആര് എന്നൊരു ചോദ്യമുണ്ട്. ഇവിടെ തഴക്കവും പഴക്കവുമുള്ള രാഷ്ട്രീയ നേതാവാണ് രമേശ് ചെന്നിത്തല എന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ്. അവസാന ലാപ്പിൽ അദ്ദേഹം ഗോളടിച്ചു. ഒരുപക്ഷെ ആദ്യമായി അദ്ദേഹം രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കണമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ അദ്ദേഹം ഗ്രൂപ്പ് സമവാക്യത്തിൻ്റെ ഭാഗമായി സതീശൻ ചിലപ്പോൾ എതിർത്ത് പറഞ്ഞേനെ. മാത്രമല്ല സതീശൻ പറയട്ടെ എന്നിട്ട് ഞാൻ പറയാം എന്ന് പറഞ്ഞ് അതിനെ കടുപ്പിച്ച് എൻ്റെ കൂടി വാക്കുകൊണ്ടാണ് രാജിവെപ്പിച്ചതെന്ന് പറയാനുള്ള രാഷ്ട്രീയ തന്ത്രജ്ഞത രമേശ് ചെന്നിത്തലുണ്ടായി. ഇത് പഠിപ്പിച്ചു കൊടുത്തത് കരുണാകരനാണ്. ശരിക്ക് കരുണാകരൻ്റെ ഗുരു തന്നെയാണ് രമേശ് ചെന്നിത്തല. കാരണം ആദ്യമൊക്കെ വെറുതെ ഇരിക്കുക, അവസാന ലാപ്പിൽ കയറി ഗോളടിക്കുക. ചില ക്യാപ്റ്റന്മാരിങ്ങനെയാണ്, ഉപ ക്യാപ്റ്റന്മാരെ ഇറക്കി വിടും. ചില ബാറ്റ്സ്മാൻമാർ ബൗളർമാരോട് ആദ്യം ബാറ്റ് ചെയ്തിട്ട് കയറി പോകാൻ പറയും. പിന്നെ വന്നിട്ട് ഒരു കലാശ ബാറ്റിംഗ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു മധ്യനിരയിലോട്ട് വരവുണ്ട്. അങ്ങനെ പലപ്പോഴും നമ്മൾ കാണാറുണ്ട്. ക്യാപ്റ്റനൊന്നും ആദ്യം ഇറങ്ങി വരാറില്ല. അതുപോലെ രമേശ് ചെന്നിത്തല എന്ന പുതിയ ക്യാപ്റ്റൻ അത് ഇറങ്ങി വന്ന് ഒരു 1.5 കളി കളിച്ചു. അവസാന ലാപ്പിൽ ഒരു തള്ള്. അദ്ദേഹം ദുബായിലാണ് ഇരിക്കുന്നത്. ദുബായിലിരുന്നുകൊണ്ട് തന്നെ ടെലഫോണിൽ കൂടെ ഒരു തള്ള്, ഫേസ്ബുക്ക് വഴിയും അല്ലാതെ പല രൂപത്തിലും ബൈറ്റ് കൊടുത്തുമൊക്കെ ഒരു തള്ള് തള്ളി രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെച്ചേ പറ്റൂ. അദ്ദേഹം കൂടെ തള്ളിക്കഴിഞ്ഞപ്പോൾ, അദ്ദേഹം കൂടെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ പിന്നെ രക്ഷയില്ലതായി. ആൾറെഡി സതീശൻ പറഞ്ഞു. സതീശൻ രാജിവെക്കണമെന്ന് പറഞ്ഞില്ല. സതീശൻ പറഞ്ഞത് 1ാം ഘട്ടമായി പിന്നെ പ്രസിഡന്റ് സ്ഥാനം പോയി യൂത്ത് കോൺഗ്രസിൻ്റെ, 2ാം ഘട്ടമായി MLA സ്ഥാനം ഞങ്ങൾ ആലോചിക്കും, UDF കൂടും, അതിൻ്റെ കമ്മിറ്റി കൂടും എന്നൊക്കെ പറഞ്ഞു. പക്ഷേ എന്തായാലും അതിനുപരിയായിട്ടാണ് ഇപ്പോൾ കാര്യങ്ങൾ വന്നിരിക്കുന്നത്. എന്തായാലും കൃത്യമായി രമേശ് ചെന്നിത്തല പറഞ്ഞു. അങ്ങനെ ഫസ്റ്റ് ഗോൾ അടിച്ചത്, ഈ കളി ജയിച്ചത് KPCC കോൺഗ്രസുമാണ്. ഫസ്റ്റ് ഗോൾ അടിച്ചത് തീർച്ചയായും VD സതീശൻ തന്നെയാണ്. പക്ഷേ ജയിക്കാനുള്ള ഗോൾ അടിച്ചത് രമേശ് ചെന്നിത്തലയാണ്. അത് അവസാനം ടൈയിലേക്ക് പോയതിന് ഇടയ്ക്ക് വെച്ച് വേണോ വേണ്ടേ എന്നൊക്കെ പോയി അസന്നിഗ്ധമായി രമേശ് ചെന്നിത്തലയോട് പറഞ്ഞപ്പോൾ പിന്നെ ഇനിയിപ്പോൾ നിവൃത്തിയില്ല എന്നുള്ള നിലയിൽ രാജിയിലേക്ക് തന്നെ പോവുകയാണ്. AICC തലവേദനയിൽപ്പെട്ടിരിക്കുകയാണ്. കാരണം ചാനലുകളും തുറക്കാൻ വയ്യ, യൂട്യൂബും ചാനലും തുറക്കാൻ വയ്യ. അവിടെ രാഹുൽ ഗാന്ധി പിന്നെ വോട്ടധികാർ എന്ന് പറഞ്ഞ് ബീഹാറിൽ വലിയ യാത്ര നടത്തുന്നു, അവിടെ വേണ്ട ബഹളം ഉണ്ടാക്കുന്നു, വോട്ട് ചാരി എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം പോകുമ്പോൾ ഇവിടെ പെണ്ണുങ്ങളെ ചാരിയ കാര്യമായിട്ട് ഒരുത്തം നടക്കണം. അതായിരുന്നു വാർത്ത. വോട്ട് ചാരിയുടെ വാർത്തയല്ല, പെണ്ണ് ചാരി വാർത്ത വന്നുകൊണ്ടിരിക്കുന്നു. പോയില്ലേ? അതുകൊണ്ട് രാഹുൽ ഗാന്ധിയും വിളിച്ചു പറഞ്ഞു, പ്രിയങ്ക ഗാന്ധിയും പറഞ്ഞു, വച്ചിട്ട് പോടാ രാജി എന്ന് പറഞ്ഞു. അങ്ങനെ രമേശ് ചെന്നിത്തല ഒരിക്കൽ കൂടി ഗോളടിച്ചു. തീർച്ചയായിട്ടും ഇതാണ് രാഷ്ട്രീയം. അവിടെ ആരാണോ കരുനിൽക്കുന്നത് അവരാണ് ജയിക്കുന്നത്. അതിൽ 1-1, 2 അല്ല, 2-2, 4 അല്ല.